നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ജെൻസസ് യുവാക്കൾ, അതായത് ജെൻസസ് യുവാക്കൾ പണ്ടത്തെ നോക്കിയ ഫോണും അതുപോലുള്ള മൊബൈലുകൾ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയത് വളരെയേറെ ട്രെൻഡായിരിക്കുന്നു. ഈ കഴിഞ്ഞൊരു വർഷമായിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് കാണുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇന്നിവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് ബ്രെയിൻ റോട്ടും, പിന്നൊന്ന് ഡോപ്പമിൻ ഡിറ്റോക്സും, പിന്നെ ഡംഫോൺ റവല്യൂഷൻ എന്നിവയാണ് 3 കാര്യങ്ങൾ. എന്നീ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രെയിൻ റോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മളെ ശ്രദ്ധ കുറയുന്ന അവസ്ഥയാണ് ഈ ബ്രെയിൻ റോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു റീല് കാണുകയാണെങ്കിൽ ഇപ്പോൾ 15 സെക്കൻഡ്, 12 സെക്കൻഡ്, അങ്ങനെ 15 സെക്കൻഡ് എന്നിങ്ങനെയുള്ള കുറേ റീലുകൾ കണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള തിരക്കിലേക്കായി മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിലേക്കുമുള്ള ശ്രദ്ധ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതാണ് ഈ ബ്രെയിൻ റോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് കുറേ നേരം ഇന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ നമുക്ക് ഒരു സിനിമ മൊത്തമായിട്ടിരുന്ന് അതായത് സ്പീഡ് കൂട്ടാൻ കാണാൻ പറ്റാത്ത അവസ്ഥ എന്നിങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോപ്പമിൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റോ, അതായത് എന്തെങ്കിലും നമുക്ക് സന്തോഷം വരുന്ന എന്തെങ്കിലും സാധനം കിട്ടുമ്പോഴോ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ഡോപ്പമിൻ എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു റീല് കാണുമ്പോൾ നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുകയും അങ്ങനെ അടുത്ത റീലിലേക്ക് പോവുകയും പിന്നെ അതിൽ സന്തോഷം കണ്ടെത്തുകയും അങ്ങനെ നമുക്കൊരു ഹാപ്പിനെസ്സും ഒരു അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ മാത്രം റിലീസ് ചെയ്യുന്നതാണ് ഈ ഡോപ്പമിൻ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ റീലൊക്കെ കണ്ട് നമ്മുടെ ബ്രെയിൻ ഈ ഡോപ്പമിൻ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും കാണാനോ ഹാപ്പിനെസ് ലഭിക്കാനോ ഉള്ള നമ്മുടെ ഇത് കൂടിക്കൂടി വരുന്ന അവസ്ഥയാണ് ഈ ഡോപ്പമിൻ ഡിറ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോവുകയാണ്. അതായത് നമുക്ക് ഇതൊരിക്കലും നമ്മളൊരു റീല് കണ്ടു കഴിഞ്ഞു, പിന്നെ അടുത്ത റീലിലേക്ക് പോയി, അങ്ങനെ കുറേ റീലുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണ് നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീലൊക്കെ കണ്ട് നമുക്ക് സമയം ലഭിക്കാതാവുകയും അങ്ങനെ ധാരാളം കുറേ പ്രശ്നങ്ങളിലൊക്കെ പോവുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ അവസാനം പറഞ്ഞ അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ യുവാക്കൾ അവർ സ്മാർട്ട് ഫോൺ മാറ്റുകയും ഇൻസ്റ്റഗ്രാമും അതുപോലുള്ള യൂട്യൂബൊക്കെ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ആക്കുകയും പിന്നീട് ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ജെൻസെഡ് യുവാക്കൾ അതായത് സ്മാർട്ട് ഫോൺ മാറ്റുകയും മൊത്തത്തിൽ മാറ്റുകയും അവർ കീപാഡുള്ള പണ്ടത്തെ 20 വർഷം മുമ്പത്തെയൊക്കെ നോക്കിയ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊരു വലിയ റെവല്യൂഷൻ്റെ എന്ന് വെച്ചാൽ ഒരു പുതിയ ട്രെൻഡിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം ഈ ജെൻസെഡ് യുവാക്കളൊക്കെ ജനിച്ചു വീണത് ഈ ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയൊക്കെ നടുക്കാണ്. അതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ കൂടി അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും നമുക്ക് അറ്റൻഷൻ കിട്ടാതെ ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഇതുപോലുള്ള കമ്പനീസിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഷനാണ്. അതായത് നമ്മൾ റീലുകൾ കാണുന്നു, അപ്പോൾ ഇതിൻ്റെ ആൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മളെ അതിനെ അഡിക്റ്റ് ആക്കുക എന്നതാണ്. കാരണം ഇൻസ്റ്റഗ്രാമൊക്കെ നമ്മൾ കാണുന്നുണ്ടാവുമല്ലോ, എത്ര ആഡ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കമ്പനിക്ക് ലാഭവും അങ്ങനെ കൂടുതൽ പൈസ കമ്പനിക്ക് ഉണ്ടാക്കാനും സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ സമയം പോവുകയും അങ്ങനെ അവർക്ക് പൈസ ഉണ്ടാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കി അതിൻ്റെ ആൽഗോരിതം മനസ്സിലാക്കിയാണ് നമുക്ക് വേണ്ട കണ്ടന്റ് അത് അടുത്തതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അറ്റൻഷൻ ഫുൾ അതിലേക്ക് പോവുകയും നമുക്ക് വേറെ എന്തെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടാതെ ആവുകയും ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ തലമുറയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി 40 മിനിറ്റൊക്കെ അടുപ്പിച്ചിരുന്ന് പഠിച്ചിരുന്നു. പക്ഷേ ഇന്നത് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോലും ഒരു വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോണോ അതുപോലുള്ള എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്
വിഷമകരമായ കാര്യം. അതായത് ചില ടീച്ചേഴ്സൊക്കെ പറയുന്നത് കേൾക്കാം, ഈ വിദ്യാർത്ഥികളൊക്കെ ഒരു നിമിഷം പോലും ഫോൺ എടുക്കാതെ ഇരിക്കത്തില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ വരുന്ന കാര്യം തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇന്ന് ഈ ഡംബ് ഫോൺ റെവല്യൂഷൻ എന്ന് പറയുന്ന പേര് വന്നത് തന്നെ. അതായത് ഇന്നത്തെ ജെൻസെഡ് യുവാക്കൾ ഈ നോക്കിയ ഫോണൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥ. അതായത് അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അവർക്ക് സമാധാനം വേണം എന്നുള്ള ഇതിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പല യുവാക്കളും പറയുന്നു, നമുക്ക് ആദ്യം ഒരു 10 ദിവസമൊക്കെ നമുക്ക് പറ്റാത്ത അവസ്ഥയാണ്. അതായത് നമുക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നുള്ളത്. കാരണം എന്താണ്? ഈ ഡോപ്പമിൻ്റെ റിലീസ് കാരണമാണ്. അപ്പോൾ പിന്നീട് അത് നോർമൽ ആവുകയും പിന്നീട് നമുക്ക് പണ്ടത്തെ പോലെ സാധാരണ സമാധാനവും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനോട് ഇടപെടാനും ഒക്കെ സാധിക്കുമെന്നാണ് ഈ ഡംബ് ഫോൺ റെവല്യൂഷൻ ഇപ്പോൾ നിലവിൽ ഉള്ള യുവാക്കൾ പറയുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ. കാരണം ഇന്ന് വരുന്ന ക്ലാസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക, പിന്നെ നമ്മൾ പഠിക്കുന്ന സമയം മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലും കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുകയേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം നിർത്തുന്നു. നന്ദി.